വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ നമ്മുടെ RRB ALP അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും അല്ലേ? അപ്പോൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എക്സാം നമ്മൾ ഏത് മീഡിയത്തിൽ വേണം എഴുതാനെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ എക്സാം ഇംഗ്ലീഷിൽ അവൈലബിൾ ആണ്, ഹിന്ദിയിൽ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ മലയാളം അടക്കമുള്ള റീജിയണൽ ലാംഗ്വേജസിലും അവൈലബിൾ ആണ്. അപ്പോൾ ഒരുപാട് കുട്ടികളുടെ സംശയമാണ് നമ്മൾ ഈ എക്സാം ഏത് ലാംഗ്വേജിൽ പ്രിപ്പയർ ചെയ്യണം, പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ പ്രിപ്പയർ ചെയ്യണോ അതോ മലയാളത്തിൽ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഉള്ളൊരു ഐഡിയ ആണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ തരാൻ വേണ്ടി പോകുന്നത്. അതായത് നിങ്ങൾ ഇംഗ്ലീഷ് എടുക്കണം അല്ലെങ്കിൽ മലയാളം എടുക്കണം നമ്മൾ പറയുകയല്ല, രണ്ടിൻ്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ALP നോട്ടിഫിക്കേഷൻ വന്ന കാര്യം അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആപ്ലിക്കേഷൻ ഡേറ്റ് 12-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആപ്ലിക്കേഷൻ ഡേറ്റ് 12-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഏപ്രിൽ 12-ാം തീയതി. ഇനി ഈ ആപ്ലിക്കേഷൻ എൻഡ് ചെയ്യുന്നത് എത്രാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയ് 11-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് ഈ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അതായത് RRBയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഓൺലൈനായിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും എല്ലാം തന്നെ നമ്മൾ നേരത്തെ തന്നെ വീഡിയോസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ വീഡിയോസ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നോട്ടിഫിക്കേഷൻ്റെ ബാക്കി ഡീറ്റെയിൽസും ക്വാളിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ അറിയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ. അപ്പോൾ ഇനി വേക്കൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന വേക്കൻസി എന്ന് പറയുന്നത് 9,970 ആണ്. 9,970 വേക്കൻസീസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മുന്നേ നടന്ന എക്സാംസിൻ്റെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ വേക്കൻസി റിവൈസ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും മിനിമം ഇത്രയും വേക്കൻസി, മാക്സിമം എന്ന് പറയുന്നത് ഇതിനേക്കാൾ കൂടിയ ഒരു വേക്കൻസി ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ പ്രായം 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലാണെങ്കിലാണ് നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. OBC കാറ്റഗറിയിലുള്ളവർക്ക് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ SC ST കാറ്റഗറിയിലുള്ളവർക്ക് 35 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇതിന് ഇനിഷ്യൽ പേ എന്ന് പറയുന്നത്, ഇവിടെയാണ് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. ഇനിഷ്യൽ പേ എന്ന് പറയുന്നത് 19,900 റുപ്പീസ് ആണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഒരു സംശയം വരും ഈ നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ, ഏകദേശം 20,000 രൂപയോളം സാലറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് പഠിക്കണോ, അല്ലെങ്കിൽ 20,000 രൂപ കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഒരുപാട് പേര് ചോദിച്ച് കാണാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇനിഷ്യൽ അല്ലെങ്കിൽ ബേസിക് പേ ആണ്. ഒരിക്കലും നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഹാൻസ് സാലറി എന്ന് പറയുന്നത് ഈ പേ ആയിരിക്കത്തില്ല. റെയിൽവേയുടെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന അലവൻസുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് HRA കിട്ടും, അതുപോലെ തന്നെ DA കിട്ടും, അങ്ങനെയുള്ള ബേസിക് അലവൻസുകൾ എല്ലാം കിട്ടും. അതുകൂടാതെ ഈ ALP പോസ്റ്റിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് റണ്ണിങ് അലവൻസ് ഉണ്ടായിരിക്കും. റണ്ണിങ് അലവൻസ് എന്ന് പറയുന്ന ഒരു അലവൻസും കൂടെ വരും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ജോബിലുള്ള ആൾക്കാർ, നമ്മുടെ കുട്ടികൾ തന്നെ ഒരുപാട് പേര് എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് ഇനിഷ്യൽ പേ എന്ന് പറയുന്നതിന് ഏകദേശം ഇൻഹാൻസ് സാലറി 80,000 രൂപയോളം ഉണ്ടാവും എന്നുള്ളതാണ്. നിങ്ങൾ റണ്ണിങ് ടൈമൊക്കെ അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വരും. എന്നാലും ആവറേജ് തന്നെ നിങ്ങൾക്കൊരു സ്റ്റാർട്ടിങ്ങിൽ 80,000 രൂപയോളം ഈ ഒരു എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിൽ വെക്കുക. നിങ്ങളുടെ ലൈഫ് സെക്യൂർ ആവുന്ന ഒരു ജോലിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത് പഠിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, ഈ എക്സാം നമ്മൾ ഇംഗ്ലീഷിൽ എഴുതണോ മലയാളത്തിൽ എഴുതണോ എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ALP എക്സാമിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്കൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം, നിങ്ങൾക്ക് എന്ത് പഠിക്കണമെന്നറിയില്ല, എങ്ങനെ സിലബസ് കവർ ചെയ്യണം എന്നറിയില്ല, ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദിശ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. ഏപ്രിൽ 23, അതായത് ഇന്ന് നമ്മൾ ഈ കോഴ്സ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഞങ്ങളുടെ ദിശ ലേണിംഗ് ആപ്പിലൂടെ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ 8075753676 എന്ന നമ്പറിലോ അല്ലെങ്കിൽ 7012615062 എന്ന നമ്പറിലേക്ക് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഏർലി ബേർഡ് ഓഫർ എന്നുള്ള നിലയിൽ ഇന്നും നാളെയും മറ്റന്നാളും, അതായത് 23, 24, 25 ദിവസങ്ങളിൽ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നവർക്ക് 1000 റുപ്പീസിൻ്റെ ഫീ റിഡക്ഷൻ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂപ്പൺ കോഡും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിലും ഈ നമ്പറിലേക്ക് ജസ്റ്റ് വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ ഈ കോഴ്സിൻ്റെ പ്രത്യേകത എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ 1ഉം ടയർ 2ഉം ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഴ്സായിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം കഴിയുന്നത് വരെ, നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് ഈ കോഴ്സിന് ആക്സസ് കിട്ടും. 1 ഇയർ വാലിഡിറ്റി ആയിരിക്കും ഉണ്ടാവുക. എന്നാലും ടയർ 1ഉം ടയർ 2ഉം ക്ലിയർ ചെയ്യുന്ന രീതിയിലുള്ള സിലബസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഈ കോഴ്സ് പോവുക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കിക്കൊള്ളുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക്
ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിച്ചിട്ട് പഠിക്കാം. ഒരുപാട് ബുക്കുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതിൻ്റെ കൂടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് പഠിക്കുക. അങ്ങനെയും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ എക്സാം ഇംഗ്ലീഷിൽ എഴുതണോ മലയാളത്തിൽ എഴുതണോ എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇംഗ്ലീഷ് മലയാളം എന്ന് പറയുമ്പോൾ മലയാളത്തിൽ എക്സാം എഴുതണം എന്ന് ആഗ്രഹിക്കുന്ന പല ആൾക്കാരുടെയും ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിലും മലയാളം മീഡിയം ഫോളോ ചെയ്ത് വന്ന ആൾക്കാരായിരിക്കും അല്ലേ, ചെറുതിലേ മുതലേ മലയാളം മീഡിയം ഫോളോ ചെയ്ത് വന്ന ആൾക്കാരായിരിക്കും. മാത്രമല്ല ഈ LP എക്സാം എന്ന് പറയുമ്പോൾ സയൻസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള, സയൻസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ സയൻസിൻ്റെയൊക്കെ ടേംസ് ഓൾറെഡി മലയാളത്തിൽ പഠിച്ച ആൾക്കാർക്ക് രണ്ടാമത് അത് ഇംഗ്ലീഷിലേക്ക് മാറ്റി പഠിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ ആ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് പല ആൾക്കാരും എന്ത് ചെയ്യുന്നത്, മലയാളത്തിൽ പഠിക്കണം എന്ന് പറയുന്നത്. മറ്റൊരു കാരണം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റാതെ വരികയോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുമോ എന്നുള്ള പേടിയുള്ളവരും മലയാളത്തിൽ എക്സാം എഴുതണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ എബിലിറ്റി എന്താണെന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. അതായത് നിങ്ങൾക്ക് കുറച്ച് എഫേർട്ട് ഇട്ടാൽ, ഇപ്പം ALPയുടെ ടയർ 2 എക്സാം വരാൻ പോകുന്നതേ ഉള്ളൂ, കഴിഞ്ഞ ALPയുടെ. അപ്പോൾ അടുത്ത ALPയുടെ എക്സാം നടക്കാൻ ഇനി എങ്ങനെയും നിങ്ങൾക്ക് കുറേ സമയം നിങ്ങളുടെ ഫ്രണ്ടിൽ കിട്ടും. മിനിമം ഒരു 6 മാസം അല്ലെങ്കിൽ 8 മാസം നമ്മുടെ ഫ്രണ്ടിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ സമയത്തിനിടയ്ക്ക് എനിക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എനിക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം, എനിക്ക് എഴുതാനും വായിക്കാനും ഒക്കെ അറിയാം, കുറച്ച് സയൻസിൻ്റെ ടേംസ് അറിയത്തില്ലെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസ് കുറവേ ഉള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇംഗ്ലീഷിൽ തന്നെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നാണ് ഞാൻ പറയുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിച്ച് പഠിക്കാം. ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിച്ച് പഠിക്കുമ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കിന് വേണം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം അവിടെ നിന്നാണ് നമ്മുടെ ചോദ്യങ്ങൾ വരുന്നത്. ഇപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്ക്, അതുപോലെ തന്നെ പല ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ വൈഡായിട്ട് ഉപയോഗിക്കുന്ന പല ടെക്സ്റ്റ് ബുക്കുകളും നിങ്ങൾക്ക് കിട്ടുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും. സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് എക്സാമിൻ്റെ 90% മെറ്റീരിയൽസും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഐദർ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ 90% മെറ്റീരിയൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് അല്ലെങ്കിൽ ഹിന്ദിയിലാണ് അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ റീജിയണൽ ലാംഗ്വേജിൽ പഠിക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ രണ്ട് മെറ്റീരിയലും മിക്സ് ചെയ്യും. ഇപ്പോൾ ഇംഗ്ലീഷ് മെറ്റീരിയൽ നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ മലയാളത്തിൽ എക്സാം എഴുതുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആദ്യമേ ഇംഗ്ലീഷിൽ നിങ്ങൾ കുറച്ചെങ്കിലും കോൺഫിഡൻ്റ് ആണെങ്കിൽ, ഇംഗ്ലീഷിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കേണ്ട, ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻ്റ് ആവേണ്ട ഒരു സമയം ഇനിയും നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആ സമയം ഉപയോഗിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം 90% സത്യം പറഞ്ഞൊരു 99% മെറ്റീരിയൽസും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മെറ്റീരിയൽസിന് ആക്സസ് കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ALP എക്സാമിന് ടയർ 1ഉം ടയർ 2ൻ്റെയും കൂടെ തന്നെ CBAT എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് സെഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സെഷനുണ്ട്. ഈ CBAT നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ മാത്രമേ എഴുതാൻ വേണ്ടി പറ്റൂ. CBAT നമുക്ക് റീജിയണൽ ലാംഗ്വേജുകളിൽ എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ CBAT നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ മാത്രമേ എഴുതാൻ വേണ്ടിയിട്ട് പറ്റൂ. അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. ഇപ്പം മുതലേ നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയിലേക്ക് ആ സമയം കൊണ്ട് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം, നമുക്ക് ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് ജോലി കിട്ടാൻ പോകുന്നത് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ട്രിവാൻഡ്രം സോണിലൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ കൂടുതൽ വേക്കൻസീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നോർത്തിലേക്കും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, മറ്റൊരു നാട്ടിലെത്തിക്കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചില ആൾക്കാർക്ക് ഹിന്ദി ഫ്ലുവൻ്റ് ആയിരിക്കും. നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹിന്ദി ഫ്ലുവൻ്റ് ആണെങ്കിൽ ഒരു പരിധി വരെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റും. മറ്റ് സ്ഥലങ്ങളിലാണെങ്കിലും അല്ല നോർത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇനി നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ബേസിക്കായിട്ട് നിങ്ങൾ മറ്റൊരു നാട്ടിൽ പോയി താമസിക്കുമ്പോൾ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൊളീഗ്സുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ബേസിക്കായിട്ട് കുറച്ച് ഇംഗ്ലീഷ് അറിയാം. മുറി ഇംഗ്ലീഷെങ്കിലും നമുക്ക് സംസാരിക്കാൻ പറ്റുക, നമ്മുടെ ആവശ്യങ്ങൾ അവരോട് പറയാൻ പറ്റുക, അവരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാൻ പറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ജോലിയിൽ എത്തിയാലും നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റണം. നമ്മുടെ കാര്യങ്ങൾ ഏത് നാട്ടിലായാലും നമുക്ക് പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ, നടത്താൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്രിപ്പറേഷൻ, ഇംഗ്ലീഷിലുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ ജോലി കിട്ടിയതിന് ശേഷം അവിടെ
പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടും കൂടെ സഹായിക്കുന്ന ഒരു ഫ്യൂവലായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ ഒരു മിനിമം നോളജ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതൊന്നുമല്ലാതെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം SSC അതുപോലെ തന്നെ RRB റെയിൽവേയുടെ എക്സാമുകളാണ് നമുക്കിങ്ങനെ റീജിയണൽ ലാംഗ്വേജിൽ എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത്, SSC RRB എക്സാംസ്. പക്ഷേ ഈ എക്സാമിൻ്റെ അതേ സിലബസ് ഫോളോ ചെയ്യുന്ന മറ്റു പല എക്സാമുകളുമുണ്ട്. ആ എക്സാമുകൾ നമുക്ക് എന്തേ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇംഗ്ലീഷിൽ മാത്രമേ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അങ്ങനത്തെ പല എക്സാമുകൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ എക്സാമുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിലാണ് ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. നിങ്ങൾ ഇംഗ്ലീഷിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് അങ്ങനെ ഇംഗ്ലീഷിൽ വരുന്ന ഈ സിലബസ് ഫോളോ ചെയ്യുന്ന ഏത് എക്സാം വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടും. പക്ഷെ നിങ്ങൾ മലയാളത്തിലാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം കേരള PSCക്ക് അപ്പുറത്തേക്ക് മറ്റ് എക്സാമുകൾക്കൊന്നും ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ ഗവൺമെൻറ് ജോലിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കറിയാം, നമ്മൾ ഇപ്പോൾ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നത് ഒരു പരീക്ഷയാണെങ്കിലും നമ്മളുടെ ക്വാളിഫിക്കേഷൻ വെച്ച് നമുക്ക് എഴുതാൻ പറ്റുന്ന എല്ലാ പരീക്ഷകളും നമ്മൾ എഴുതി നോക്കുകയും അതിൽ നമ്മൾക്ക് ഏതെങ്കിലും ഒരു ജോലി കിട്ടുകയാണെങ്കിൽ അതിന് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് പഠിക്കുന്ന ഒരാൾ LD ക്ലർക്കോ UD ക്ലർക്കോ കിട്ടിയാലും അതിന് പോവില്ലേ. അതുപോലെ തന്നെയാണ് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിന് വേണ്ടിയിട്ടും പഠിക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർക്കൊരു എയിം കാണും, അതിന് മാത്രമേ പോകത്തുള്ളൂ എന്ന് വിചാരിക്കും. അങ്ങനെയുള്ളവരുടെ ഒരു ഡിഫറെൻറ്റ് കേസാണ്. പക്ഷേ എന്നാലും നമ്മുടെ ക്വാളിഫിക്കേഷനിൽ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ എല്ലാ ക്വസ്റ്റ്യൻസിനും അല്ല, നമ്മുടെ ക്വാളിഫിക്കേഷന് നമുക്ക് എഴുതാൻ പറ്റുന്ന എല്ലാ എക്സാംസും നമ്മൾ എഴുതി നോക്കുക. അതിൽ ഏതെങ്കിലും ഒരു ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടുക എന്നുള്ള ഒരാഗ്രഹമാണ് മിക്ക ആൾക്കാർക്കും ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, ഇംഗ്ലീഷിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നമുക്ക് ഈ എക്സാം കുറച്ചും കൂടെ നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ, അത് മാത്രമല്ല മറ്റ് എക്സാമുകൾക്കും കൂടെ ഒരു അറ്റംപ്റ്റ് കൊടുത്ത് നോക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ ഫ്രണ്ടിലേക്ക് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്തെങ്കിലും തരത്തിലുള്ള ട്രാൻസ്ലേഷണൽ മിസ്റ്റേക്കുകൾ വരികയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് മാറ്റിത്തരില്ല. നമ്മൾ ക്വസ്റ്റ്യൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, അതിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ വെച്ച് മാത്രമേ കമ്പയർ ചെയ്യൂ. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ തെറ്റാണെങ്കിൽ മാത്രമേ ആ ക്വസ്റ്റ്യൻ തെറ്റാണെന്ന് നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ. അതിൽ ട്രാൻസ്ലേഷനിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മൾക്ക് അതൊരു കുഴപ്പമായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇംഗ്ലീഷിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ബെനിഫിറ്റാണ്. പക്ഷേ നിങ്ങളിപ്പം ഇംഗ്ലീഷ് തീരെ അറിയില്ല, എനിക്ക് മലയാളത്തിൽ തന്നെ എക്സാം എഴുതണം, അങ്ങനെയാണ് എനിക്ക് ഇംഗ്ലീഷിൽ പ്രിപ്പയർ ചെയ്യാനേ പറ്റില്ല, അങ്ങനത്തെ ഒരു സ്റ്റേജിലുള്ള ആൾക്കാരും ഉണ്ടാവും അല്ലേ. നിങ്ങൾ മലയാളത്തിൽ പ്രിപ്പയർ ചെയ്തോളുക. അപ്പോൾ പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, മാക്സിമം നിങ്ങൾ ഇംഗ്ലീഷും കൂടെ ഒന്ന് കയ്യിൽ വെക്കുക, എങ്ങനെയെങ്കിലും പറ്റുമോ എന്ന് ട്രൈ ചെയ്യുക. തീരെ പറ്റില്ല, എനിക്ക് ഇംഗ്ലീഷ് ഒട്ടും പിടുത്തോ ഇല്ല എന്ന് വിചാരിക്കുന്നവർക്ക് മലയാളത്തിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. പക്ഷെ അപ്പം നിങ്ങൾ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും ഒക്കെ വളരെ കുറവാണ്. നമ്മുടെ ബേസ് എന്ന് പറയുന്നത്, നമ്മുടെ ALP എക്സാമിൻ്റെ ഒക്കെ ബേസ് എന്ന് പറയുന്നത് NCERT ടെക്സ്റ്റ് ബുക്കുകളാണ്. ആ ടെക്സ്റ്റ് ബുക്കുകളാണ് ഇതിൻ്റെ ഒരു ജീവനാഡി എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ പഠിക്കാതെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല, എക്സാം ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കൊന്നും നമുക്ക് മലയാളത്തിൽ അങ്ങനെ അവൈലബിൾ അല്ല എന്നുള്ളൊരു പ്രശ്നവും കൂടി ഇവിടെ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ കാര്യങ്ങളൊന്ന് മനസ്സിൽ വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾ മലയാളത്തിലാണ് എക്സാം എഴുതുന്നതെങ്കിൽ സപ്പോസ് നിങ്ങൾക്ക് ട്രാൻസ്ലേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യനും കൂടെ കാണാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മലയാളം കൊടുത്തിട്ട് മലയാളം ക്വസ്റ്റ്യൻ വായിച്ച് അതിലെന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യനിലേക്ക് മാറാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യനും കൂടെ വായിച്ച് കമ്പയർ ചെയ്ത് എഴുതാം. പക്ഷേ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ അങ്ങനെ ചെയ്യാന്നുള്ളൊരു മാനസികാവസ്ഥയിൽ ഇരിക്കരുത്. കാരണം അങ്ങനെ 2 ക്വസ്റ്റ്യനും മാറി മാറി വായിച്ച് ആൻസർ ചെയ്യാവുന്ന അത്രയും ഒരു സമയം നമ്മുടെ ഫ്രണ്ടിലില്ല. കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ പ്രത്യേകത, കുറച്ച് ഒന്ന് എഫേർട്ട് ഇട്ട ആൾക്കാർക്ക് അതിലെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് തീർക്കാൻ ഉറപ്പായിട്ടും പറ്റും. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മിനിമം സമയത്തിൻ്റെ ഇടയിൽ, നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ സമയം മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ 2 ക്വസ്റ്റ്യനും മാറിയും തിരിഞ്ഞും നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചില ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ടെന്നുള്ള കാര്യവും കൂടെ നിങ്ങൾ മനസ്സിൽ വെച്ചോളുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്, നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പ്രിപ്പയർ ചെയ്യാൻ എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കുള്ള ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ലാംഗ്വേജ് കുറച്ച് ഇമ്പ്രൂവ് ആയി കിട്ടും. അതുമാത്രമല്ല CBAT എന്ന് പറയുന്നത് സെഷൻ ഇംഗ്ലീഷിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോ സ്റ്റേജിലും നമ്മൾ ഇംഗ്ലീഷും മലയാളവും മാറി മാറി പഠിക്കുക എന്ന് പറയുന്നത് നമുക്ക് അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. Tier 1 ഉം Tier 2 ഉം ഇംഗ്ലീഷിൽ നമ്മൾ മലയാളത്തിൽ എഴുതിയിട്ട് CBAT എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ
ഇംഗ്ലീഷ് എഴുതുക എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിനേക്കാളും ആദ്യം മുതലേ നമ്മൾ യൂണിഫോം ആയിട്ട് പഠിച്ചു വന്നാൽ നമുക്കത് കുറച്ചും കൂടെ ഈസി ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. മെറ്റീരിയൽസ് നമുക്ക് ടെക്സ്റ്റ് ബുക്കുകളായിക്കോട്ടെ, മറ്റ് മെറ്റീരിയൽസ് ആയിക്കോട്ടെ, പ്ലാറ്റ്ഫോമുകളായിക്കോട്ടെ, എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മെറ്റീരിയൽസിൻ്റെ അടുത്തുള്ള ആക്സസ് കുറച്ചും കൂടെ കൂടുതൽ കിട്ടുന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. മാത്രമല്ല SSC RRB അല്ലാതെ നടക്കുന്ന മറ്റ് എക്സാമുകൾ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചിരുന്നാൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിൽ വെക്കുക. നിങ്ങളെ കൊണ്ട് തീരെ പറ്റുന്നില്ല, എനിക്ക് എന്ത് ചെയ്താലും ഇംഗ്ലീഷ് പറ്റില്ല, അങ്ങനെ തോന്നുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മലയാളം ഓപ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുള്ളൊരു ഓപ്ഷനും ഉണ്ട്. പക്ഷേ അപ്പോഴും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക മാക്സിമം ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ തന്നെ വായിക്കണം. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇംഗ്ലീഷിൽ പോകത്തുള്ളൂ. എല്ലാ ക്വസ്റ്റ്യനും സ്വിച്ച് ചെയ്ത് മലയാളം ഇംഗ്ലീഷ് അങ്ങനെ സ്വിച്ച് ചെയ്ത് പഠിക്കാനുള്ളൊരു ഓപ്ഷൻ നമ്മുടെ ഫ്രണ്ടിലില്ല എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെക്കുക. നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവരാണ്, കുറച്ചെങ്കിലും കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. സോ താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി ലേണിംഗ്. അപ്പോൾ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിൻ്റെ കാര്യം മറക്കണ്ട. ജസ്റ്റ് നിങ്ങൾ ഫോൺ ചെയ്ത് ചോദിക്കുക. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർ പറഞ്ഞു തരും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചാൽ മതി. പക്ഷേ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വളരെ ബെനഫിഷ്യൽ ആയിട്ടുള്ള നിങ്ങളുടെ മൊത്തം സിലബസും കവർ ചെയ്യുന്ന, നിങ്ങൾ പുറത്ത് ഒരു സ്ഥലത്തും പോയി ഒരു നോട്ടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ടോപ്പിക്കിന് വേണ്ടിയിട്ടോ അന്വേഷിക്കേണ്ടി വരാത്ത, ഒരു ഷോർട്ട് കട്ടിന് വേണ്ടിയിട്ട് പോലും നിങ്ങൾ മറ്റൊരാളോട് ചോദിക്കേണ്ടി വരാത്ത അത്ര നല്ലൊരു കോഴ്സായിരിക്കും ഇതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സോ അതിനെപ്പറ്റിയും കൂടെ ആലോചിക്കാം. താങ്ക് യു സോ മച്ച്. ഹാപ്പി ലേണിംഗ്. ബൈ.